എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ അവസാനം കണ്ടു. വരുൺ വളരെ പ്രതീക്ഷയോടുകൂടി മുറി കാത്തിരിക്കുവാണ് രേഖയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ രേഖയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് രേഖയുടെ വരവ്. കയ്യിൽ ഒരു ഗ്ലാസ് പാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മുറി ബെഡിലാണെങ്കിൽ നിറച്ചും പൂക്കളൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഫസ്റ്റ് നൈറ്റ് പോലെ എല്ലാ സെറ്റപ്പുകളും നടത്തിയിട്ട് വരുൺ കാത്തിരിക്കുന്നപ്പോഴാണ് ഈ പാലും കൊണ്ടുള്ള വരവ്. അങ്ങനെ പാലും കൂടെ വന്നു കഴിഞ്ഞപ്പോ രേഖയോട് പറഞ്ഞു, അതെ ഈ റോസപ്പൂ ഇത് വാങ്ങാൻ പറയണം. പെട്ടെന്ന് രേഖ പറഞ്ഞു, അതെ വരണ്ടേട്ടനാ നീ ആദ്യം ഈ പാല് കുടിക്കാൻ പറയണം. നീ കൊണ്ട് തന്നല്ലേ, ഇനിയിപ്പൊ ഞാൻ കുടിക്കാതിരിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട് ആ പാലും കൂടെ വാങ്ങി കുടിക്കുകയാണ്. ഈ സമയത്ത് ഇത് നോക്കി രേഖയൊന്നും മനസ്സിൽ പുഞ്ചിരിക്കുക. കുടിക്കടാ നീ കുടിക്കുക, ഇനി നീ ഇപ്പൊ എഴുന്നേറ്റിട്ട് വേണ്ട, നീ അവിടെ കിടന്ന് പോത്ത് പോലെ ഉറങ്ങുള്ളൂ, എന്നോടാ നിന്റെ കളി എന്നും പറഞ്ഞ് രേഖ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പാല് കുടിച്ചു കഴിഞ്ഞപ്പോ വരുൺ പറഞ്ഞു, ബാ ഇവിടെ ഇരിക്കാൻ പറയണം. ഞാൻ ഇരിക്കാന്ന് പറയാ. അതെ ആദ്യം ഈ പൂ സ്വീകരിക്കാൻ പറയാ. അങ്ങനെ രേഖ പൂവൊക്കെ സ്വീകരിച്ചു. പൂവൊക്കെ സ്വീകരിച്ചിട്ട് അവിടെ വെച്ചു. പിന്നീട് രേഖയോട് പറഞ്ഞു, ഇവിടെ വന്നിരിക്കുക, എൻ്റെ അടുത്ത് ഇരിക്കുക. നീ എന്തിനാ എന്നോട് ഒരു അകൽച്ച കാണിക്കണമെന്ന് ചോദിക്കുക. ഞാൻ എന്തിനാ വരുന്നേട്ടനോട് അകൽച്ച കാണിക്കണേ? എൻ്റെ ഭർത്താവല്ലേ, എനിക്ക് അകൽച്ച കാണിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറയാം. പിന്നീട് രേഖനെ പിടിച്ച് അടുത്തിരുത്തുക. ഈ സമയത്ത് വരുണിന് കണ്ണടഞ്ഞു പോകുന്ന പോലെയൊക്കെ തോന്നി. പക്ഷെ വരുണത് കാര്യമാക്കില്ല. പക്ഷെ എന്തോ പെട്ടെന്ന് വരുൺ ഇങ്ങനെ വായക്കോട്ടയൊക്കെ വിടാൻ തുടങ്ങി. ഉറക്കം വന്നിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നു, നല്ല ഉറക്കക്ഷീണം തോന്നുന്നു, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് വരുൺ അങ്ങോട്ട് കിടക്കുവാണ്. ഇത് കണ്ട രേഖയ്ക്ക് മനസ്സിലായി, താൻ പാലി കലക്കി കൊടുത്ത ആ ഒരു മയക്കുപൊടി അത് പ്രവർത്തിച്ചിരിക്കുന്നു. ഉറക്കുപൊളിയ പൊടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കിടന്നുറങ്ങ. പിന്നെ മനസ്സ് മാറാതെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുമെന്ന് കരുതിയോ? എനിക്കറിയാം വരുണേട്ടൻ്റെ ഉദ്ദേശം എന്താന്ന്. അന്ന് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല വരുണേട്ടാ. എന്നും മനസ്സ് മാറി എൻ്റെ അടുത്ത് വരുന്നോ അന്ന് ഞാൻ നിങ്ങളുടേതാവുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ ഇങ്ങനെ എനിക്ക് വേണ്ടി കാത്തു കെട്ടിയിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് രേഖ അങ്ങോട്ട് കിടക്കുവാണ്. ഈ സമയത്ത് ഒരു കാര്യം തീരുമാനിച്ച അവർണിക, ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കിഷോറിനെ തറ പറ്റിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അവന്റെ ഫോണിനകത്തിരിക്കുന്ന തെളിവാണ്. അതെങ്ങനെയാലും തനിക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ. പിന്നീട് കിഷോർ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്താണ് അവർണിക കിഷോറിന്റെ ഫോൺ പതുക്കെ കൈക്കലാക്കുവാണ്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, ഇനി ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. രാധികാമ്മ സംസാരമൊക്കെ ആ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് ഗീതുവിന് കൊടുക്കുവാണെങ്കിൽ കിഷോറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണിയായിരിക്കും. പിന്നീട് എന്ത് ചെയ്യണം, കിഷോർ പോയ തക്കം നോക്കി അവർണിക ആ ഫോൺ എടുക്കുവാണ്. ആ ഫോൺ എടുത്ത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിഷോർ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്ന സമയത്ത് എന്ത് ചെയ്യുക, അവർണിക പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങോട്ട് താഴേക്ക് വെക്കുക. കിഷോർ ഇത് കണ്ടു. കിഷോർ വന്നിട്ട് ചോദിച്ചു, എന്താ എൻ്റെ ഫോണിനകത്ത്? നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ വെറുതെ എന്തോ മിസ് കോൾ വന്നു. ഓഹോ, മിസ് കോൾ വന്ന ഉടനെ എടുത്ത് നോക്കുമല്ലേ? എനിക്ക് മനസ്സിലായി നീ അതിനകത്ത് എന്താ നോക്കിയെന്നുള്ള കാര്യം. അതിനകത്ത് ആ വീഡിയോസ് ഉണ്ടോ നോക്കിയതല്ലേ ഗീതുവിന് കൈമാറാനായിട്ട്. വെറുതെ നോക്കുന്ന അതിന് നിനക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്നറിയാവോ, അത് ആ ഫോണിനകത്ത് നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ഞാൻ വേറൊരു ഫോൾഡിനകത്തേക്ക് സേഫ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നീ അതിനു വേണ്ടി തുഴഞ്ഞിറങ്ങണ്ട, നിനക്കത് കിട്ടാനും പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട അവർണിക്ക് സങ്കടവും ദേഷ്യവും അരിച്ചെല്ലാം അവർണി പറഞ്ഞു, എത്ര നാളെ നിങ്ങൾക്ക് ഇതും കൂടെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും? എൻ്റെ കയ്യിൽ ഇത് കിട്ടുമെന്ന് പറയാം. പിന്നെ കിട്ടും പോലും, നല്ല കിട്ടല് കിട്ടും. പിന്നെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നീ ചോദിച്ചോണം ഞാൻ ആ വീഡിയോസ് ഒക്കെ തരുമെന്നോ? അതൊക്കെ വെറും നിന്റെ ധാരണയല്ലേ മോളെ. പിന്നെ അതൊന്നും നിനക്ക് കിട്ടാനും പോകുന്നില്ല. നിനക്കൊരു വിചാരം ഉണ്ടായിരിക്കും നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതൊക്കെ വെറുതെ ആന്ന് പറയാം. ഇത് കേട്ടതും അവരുടെ ഒരു ഞെട്ടലുണ്ടായി. അപ്പൊ കിഷോർ ഇത്രയും കാലം തന്നെ സ്നേഹിക്കുകയെന്ന് പറഞ്ഞ് വെറുതെ ആയിരുന്നോ? നീ എന്താ വിചാരിച്ചേ? നിന്നെ കല്യാണം കഴിച്ച നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? നിന്റെ പണം കണ്ട് മോഹിച്ചാടി നിന്നെ ഞാൻ വിവാഹം കഴിച്ചേ, അല്ല നിന്നോടുള്ള പ്രണയം മൂത്തിട്ടൊന്നുമല്ല. നിന്നെ എനിക്ക് സ്വന്തമാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ദിവസത്തേക്ക് മാത്രം, അതിനപ്പുറത്തേക്ക് ഇനി ഇല്ലായിരുന്നു. പക്ഷെ എങ്കിൽ നിന്റെ കുറെ പണമൊക്കെ ഉണ്ടെന്ന് കണ്ടോണ്ടാ പിന്നെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചേ. പക്ഷെ അപ്പോഴും നിന്നോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇത് കേട്ടത് അവർണയ്ക്ക് അങ്ങോട്ട് അടിമുടി അങ്ങോട്ട് പെരുത്ത് കയറി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. ഇപ്പൊ തന്റെ കയ്യിലൊരു തോക്കണ്ടായിരുന്നു, ഇവനെ താൻ വെടിവെച്ച് കൊന്നേനെ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നിനക്കപ്പം എന്നോട് ഭയങ്കര പ്രണയം, അതങ്ങ് മുതലാക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേങ്കില് കല്യാണം കഴിച്ച് നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല. പിന്നെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ എനിക്ക് ആ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ പണ്ടേ നിന്നെ ഞാൻ ഇട്ടെറിഞ്ഞിട്ട് പോയെന്ന് പറയാം. അത് കേട്ടോ അവനെ പറഞ്ഞു, ഓഹോ അപ്പൊ അതാണില്ലേ. ഞാൻ എന്നാലും ഇത്രയ്ക്ക് വില നീച്ചനാ നീ ഞാൻ വിചാരിച്ചില്ല. ഇത്രയ്ക്ക് വലിയ ക്രൂരനും. ഇതിനുള്ള ശിക്ഷ നിനക്കിട്ട് ഞാൻ തരും കിഷോറെന്ന് പറയണം. നീ എന്ത് ചെയ്യാനാടി? നീ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിനക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ഡാഡിയുടെ സ്വത്തുക്കള് എല്ലാം നശിച്ചു പോയില്ലേ. ഇത് കേട്ടോ അവനോട്, നീ ഒറ്റെഴുതം കാരണം, നീ കാരണം അതെല്ലാം പോയെന്ന് പറയാം. അതേടി ഞാൻ കാരണമാണ്. പക്ഷെങ്കിൽ നീ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എന്നെ ജയിലിൽ നിന്ന് ഇറക്കില്ലായിരുന്നല്ലോ. അതെനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാം. അതാടാ
അതെങ്ങാനും അറിയുമായിരുന്നെങ്കിൽ നീ ജയിലിൽ കിടന്ന് നരകിച്ച് ചാവുള്ളായിരുന്നു. ഒരു കാരണവശാലും നിന്നെ ഞാൻ പുറത്തിറക്കില്ലായിരുന്നു. എൻ്റെ ഡാഡിയോടെ പറയില്ലായിരുന്നു. അല്ല, എനിക്കുള്ള കുഴി ഞാൻ തന്നെ തോണ്ടിയത്. പക്ഷെ അതിനെ എനിക്ക് തിരുത്തണം കിഷോറെ. നിന്നെ ഇനി ഞാൻ ഇങ്ങനെ സ്വസ്ഥതയായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയാം. ഇനി എന്നെ എന്നല്ല, ഒരു പെണ്ണിനെ നീ ചതിക്കില്ലെന്ന് പറയാം. അതൊക്കെ തീരുമാനിക്കാൻ നീ ആരടി? എന്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കറിയാം. എന്റെ ജീവിതത്തിലേക്ക് കൈകടത്താൻ വന്നാണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയണം. തീർക്കേണ്ട ഞാൻ തീർത്തിരിക്കുമെന്ന് പറയാം. ഇത് കേട്ട അപർണ പറയും, നമുക്ക് കാണാന്ന് പറയാം. അപർണ ഒരു ഉറച്ച തീരുമാനം എടുത്തു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. പിന്നീട് കാണിക്കുന്ന വിജയലക്ഷ്മിനെ ജയിലിൽ നിന്ന് വാർഡൻ വിളിക്കണം. അപ്പോൾ വാർഡനും വിജയലക്ഷ്മിയും തമ്മിൽ നല്ലൊരു ടേംസിലായിരുന്നു ഇരുന്നത്. പിന്നീട് അവരെ വിളിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് മറ്റൊന്നുമില്ല. അനാർക്കലി ഫോൺ മേടിച്ചിട്ട് വിളിച്ച കാര്യങ്ങൾ, ഭദ്രനെ രാധികാമനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്നലെ ഗോവിന്ദന്റെ ഫോണിലേക്ക് വൈകുന്നേരം കോൾ വിളിച്ചെന്ന് പറയാം. ഇത് കേട്ടപ്പം വിജയലക്ഷ്മി, ഗോവിന്ദന്റെ ഫോണിലേക്ക് കോൾ വിളിച്ചു? അതെ, ഗോവിന്ദന്റെ ഫോണിലേക്ക് കോൾ വിളിച്ചു. പക്ഷേങ്കിൽ ഫോൺ എടുത്ത ഗോവിന്ദല്ല, ഗോവിന്ദന്റെ ഭാര്യയാന്ന് പറയണ. ഭാര്യ ഗീതാഞ്ജലി എടുത്തെന്ന് പറയാം. ഇത് കേട്ടെന്ന് വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി. എന്റെ ഭഗവാനെ, അവളാണോ? അവളോട് എന്തായിരിക്കും പോലും പറഞ്ഞേ? അല്ല, എന്താ സംസാരിച്ചെന്നും വല്ല അറിയാവോ? അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷേങ്കിൽ അത് സംസാരിക്കുന്ന കേട്ടായിരുന്നു. അനാർക്കലി സംസാരിച്ചിട്ട് ഫോൺ വെച്ചു. പക്ഷെ എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയണേ. ശരി ശരി എന്നും പറഞ്ഞ് വിജയലക്ഷ്മി ഫോൺ വെക്കുക. എന്തായിരിക്കും അനാർക്കലി പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഒരു പക്ഷേങ്കിൽ പഴയ കാര്യങ്ങൾ വല്ലതും ആണോ? അതാണെങ്കിൽ ഗീതുവിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും? ഒരു പക്ഷേങ്കിൽ ഗീതു എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? ഇനിയിപ്പോൾ ഗീതുവിന്റെ ജീവനും ചിലപ്പോൾ അപകടത്തിലായിരിക്കും. അതൊക്കെ ഓർത്ത് വിജയലക്ഷ്മിക്ക് വല്ലാത്ത ടെൻഷനായി. പെട്ടെന്ന് വിജയലക്ഷ്മി ഗീതുവിനെ വിളിക്കുകയാണ്. വിജയലക്ഷ്മിയുടെ കോള് കണ്ട ഗീത ചോദിച്ചു, എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മോളെ, ഞാൻ വെറുതെ വിളിച്ചാന്ന് പറയാം. അല്ല, എന്താ ഉണ്ടല്ലോ കാര്യമായിട്ട്? ഒന്നുമില്ലാതെ വെറുതെ വിളിക്കത്തില്ലോ. അല്ല, അമ്മ രഞ്ജുവിനെ വിളിച്ചാരെന്ന് ചോദിക്കും. ഞാൻ രഞ്ജുവിനെ വിളിച്ചില്ല മോളെ, ഇനി വേണം വിളിക്കാനെന്ന് പറയാം. നിനക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് എന്ത് കുഴപ്പം? എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. അല്ല, രാധികാമ്മ എവിടെ ഉണ്ടെന്ന് ചോദിക്കാം. ഉണ്ട്, രാധികാമ്മയുണ്ട്. എന്താണെന്നറിയില്ല, രാധികാമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാന്ന് പറയാം. ഇത് കേട്ടതും വിജയലക്ഷ്മി, ശാന്തമോളെ അങ്ങനെ പറഞ്ഞ്, എന്താണെന്ന് അറിയത്തില്ല, പഴയതല്ല, മുഖത്തൊരു വെപ്രാളവും ടെൻഷനും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ശരി, മോൾക്ക് കുഴപ്പമൊന്നുമില്ല, എന്തേലും പ്രശ്നമുണ്ട് എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയാം. ശരിയെന്നും പറഞ്ഞിട്ട് ഗീതു ഫോൺ വെക്കുവാണ്. കാരണം ഗീതു അങ്ങനെ പറയാൻ കാരണം ഉണ്ടായിരുന്നു. രാധികയുടെ മുഖത്ത് മുമ്പത്തെ ആ സന്തോഷമൊന്നും ചിരിയൊന്നുമില്ല, പകരമുള്ള ഒരു ടെൻഷനാണ്. കാരണം അനാർക്കലി വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് രാധികാമ്മ. അനാർക്കലി ഇനി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളക്കളികളെല്ലാം പൊളിയുന്ന രാധികാമ്മയ്ക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് രാധികാമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അനാർക്കലിനെ കാണാൻ പോകണം. അവളൊരു കാരണവശാലും ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിക്കൂടെന്ന് രാധികാമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്ന പോലും പറയാൻ പറ്റില്ല. ഒരു പക്ഷെ ഗോവിന്ദന്റെ മുന്നിൽ തന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം താൻ ഈ അറക്കൽ കുടുംബത്തിൽ നിന്ന് പുറത്താന്നുള്ള കാര്യം രാധികാമ്മയ്ക്ക് മനസ്സിലായി. ഈ സമയം അപർണയ്ക്ക് ഒരു കുറച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കിഷോറിനെ വെറുതെ വിട്ടുകൂടാ, രണ്ടിലൊന്നും തീരുമാനിക്കാം. അങ്ങനെ അപർണക മുറിയിലേക്ക് പോവാണ്. അവിടെ എടുത്തു വെച്ചിരുന്ന ആ പിസ്റ്റള് അതിങ്ങനെ എടുക്കുവാണ്. അതെടുത്തിട്ട് നേരെ ഇങ്ങനെ ചൂണ്ടുക. ഇതിനകത്ത് ഒരു ബുള്ളറ്റ് മതി അവന്റെ കാര്യം തീർക്കാനായിട്ട്. താൻ ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല. താൻ്റെ ഒരു അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കുന്നല്ലേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇവനെ പോലുള്ള ദുഷ്ടന്മാരൊക്കെ ഈ ഭൂമിക്ക് മേലെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ പിസ്റ്റൾ എടുത്ത് നേരെ കിഷോറിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.